ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രേസ് കെ ടി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പിസ്റ്റൻ്റെ ടൈപ്പ് 2 പ്രോബ്ലംസ് ആണ്. ഈ ടൈപ്പ് 2 പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഫ്യൂവൽ കൺസംഷനും പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തരുമ്പോഴത്തേക്ക് നമുക്ക് ക്യൂവിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. HCV ഇൻറ്റു C ഇൻറ്റു M ഇൻറ്റു BP ഡിവൈഡഡ് ബൈ A എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന പ്രോബ്ലമാണ് ടൈപ്പ് 2 പ്രോബ്ലംസ്. ഓക്കെ, ടൈപ്പ് 1 പ്രോബ്ലത്തിനകത്ത് നമ്മൾ പഠിച്ചത് ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ നേരിട്ട് എടുക്കുന്നതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ക്യൂവിൻ്റെ ആ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്താണ് ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ ആൻ അലൂമിനിയം അലോയ് പിസ്റ്റൺ ഫോർ എ സിംഗിൾ ആക്ടിംഗ് 4-stroke പെട്രോൾ എഞ്ചിൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. സിലിണ്ടർ ബോർ 0.3 meter ആൻഡ് stroke 0.375 meter, maximum gas pressure 8 megapascal, speed 15 revolution per minute, brake mean effective pressure 1.15 megapascal, fuel consumption 0.22 kilogram per brake power per hour. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗിവൺ ഡേറ്റാസ് ആദ്യം എഴുതാം. ഇനി ഗിവൺ ഡേറ്റാസ് നമ്മൾ എഴുതുവാണ്. സിലിണ്ടർ ബോർ, ഓക്കെ, സിലിണ്ടർ ബോർ ക്യാപിറ്റൽ D ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.3 meter ആണ്. അത് 300 mm ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് സ്ട്രോക്ക്. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ LS ആണ്. 0.375 meter ഈക്വൽ ടു 375 mm ആയിരിക്കും. അതുപോലെ അടുത്തത് മാക്സിമം ഗ്യാസ് പ്രഷർ. മാക്സിമം ഗ്യാസ് പ്രഷർ Pmax എന്ന് പറയുന്നത് 8 megapascal ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്പീഡാണ് N, 50 RPM തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ, അതിനെ നമുക്ക് PM എന്ന് വിളിക്കാം. ഓക്കെ, 1.15 megapascal എന്ന് എഴുതാം. അടുത്തത് ഫ്യൂവൽ കൺസംഷൻ ആണ്. ഫ്യൂവൽ കൺസംഷൻ അത് M ആണ്. തന്നിരിക്കുന്നത് 0.22 kilogram per ബ്രേക്ക് പവർ പെർ ഹവർ ആണ്. ഇതിനെ സെക്കൻഡിലോട്ടാക്കാനായിട്ട് 0.22 ഡിവൈഡഡ് ബൈ 60 × 60 ഈക്വൽ ടു 6.11 × 10⁻⁻5 kilogram per ബ്രേക്ക് പവർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഗിവൺ ഡേറ്റാസ്. വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇതിന് മെറ്റീരിയൽ അലൂമിനിയം അലോയ് ആണ്. ഇപ്പോൾ മെറ്റീരിയൽ അലൂമിനിയം അലോയ്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റെപ്പ് 1 നോക്കാം. സ്റ്റെപ്പ് 1 നമ്മൾ കണ്ടുപിടിക്കുന്ന തിക്നെസ് ഓഫ് ദ പിസ്റ്റൺ ഹെഡ് ആയിരുന്നു. തിക്നെസ് ഓഫ് ദ പിസ്റ്റൺ ഹെഡ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ബേസ്ഡ് ഓൺ സ്ട്രെങ്ത് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ബേസ്ഡ് ഓൺ സ്ട്രെങ്ത്, അതിൻ്റെ ഇക്വേഷൻ T1 ഈക്വൽ ടു 0.43 D ഇൻറ്റു √P/σd. ഓക്കെ, ഇപ്പോൾ സിഗ്മ ഡിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ മെറ്റീരിയൽ തന്നിട്ടുണ്ട്, അലൂമിനിയം അലോയും തന്നിട്ടുണ്ട്. അപ്പോൾ പേജ് നമ്പർ 409 തന്നെ ഈ ഇക്വേഷൻ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം അലോയ് ആകുമ്പോഴത്തേക്ക് സിഗ്മ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 38 megapascal ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ T1 ഈക്വൽ ടു 0.43 × D തന്നിട്ടുണ്ട്, 0.3 meter തന്നിട്ടുണ്ട്. അതിനെ മില്ലിമീറ്ററിലോട്ടാക്കുമ്പോൾ 300 × P അറിയാം, 8 എന്ന് തന്നിട്ടുണ്ട്. 8 ഡിവൈഡഡ് ബൈ 38. ഓക്കെ,
സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് 59.18 mm എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് തൊട്ടാണ് ടൈപ്പ് 2 മാറ്റം വരുന്നത്, അത് നോക്കാം. ബി based on heat dissipation. Okay, and equation T1 is equal to d square q divided by 1600 k into Tc minus Te. ഓക്കെ, ഇവിടെ ക്യൂവിൻ്റെ വാല്യൂ കാണാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. HCV ഇൻറ്റു C ഇൻറ്റു M ഇൻറ്റു BP ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇത് ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് വാട്ടിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ നമ്മൾ മീറ്റർ സ്ക്വയറിലായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, ഇനി HCVയുടെ വാല്യൂ എന്ന് പറയുന്നത് 44.10⁻⁶ ജൂൾ പെർ കിലോഗ്രാം ആയിരിക്കും. അതുപോലെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 6.11 ഇൻറ്റു 10⁻⁻5 കിലോഗ്രാം പെർ ബ്രേക്ക് പവർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി കെയുടെ വാല്യൂ അറിയത്തില്ല. T1 കാണാനായിട്ട് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് പേജ് നമ്പർ 410 കിടക്കുന്നുണ്ട്. അപ്പോൾ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് അലൂമിനിയം അലോയാണ്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1600 ആണ് ഫോർ അലൂമിനിയം. ഓക്കെ, ഇനി Tc മൈനസ് Teയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 111 ഡിഗ്രി സെൽഷ്യസ് ഫോർ അലൂമിനിയം. ഓക്കെ, ഇനി നമ്മൾ ഇവിടുത്തെ ഈ ക്യൂവിൻ്റെ വാല്യൂ നോക്കിയാൽ അറിയാം. HCV നമുക്ക് കിട്ടി, C വേണം, M നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, BP അറിയത്തില്ല, A അറിയത്തില്ല. ഓക്കെ, നമ്മൾ ആദ്യം BP കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ BPക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. BP ഈക്വൽ ടു PM ഇൻറ്റു LS ഇൻറ്റു A ഇൻറ്റു N ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 1000. ഓക്കെ, ഇത് കിലോ വാട്ടിലായിരിക്കും കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ കിലോ വാട്ടിൽ കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് LSൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മീറ്ററിലായിരിക്കണം. അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് ഇവിടുത്തെ എന്ന് പറയുന്നത് മില്ലിമീറ്റർ സ്ക്വയറിലും ആയിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, നമ്മുടെ ക്യൂ കാണുമ്പോഴുള്ള എ മീറ്റർ സ്ക്വയറിലായിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും ചെയ്യാം. ആദ്യം നമുക്ക് ഏരിയ കാണാം. ഏരിയ എന്ന് പറയുന്നത് π/4 d² ആയിരിക്കും. ഓക്കെ, അപ്പോൾ π/4 ഇൻറ്റു 0.3² എന്ന് പറയുമ്പോഴത്തേക്ക് 0.0706 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു വരും. ഞാൻ മീറ്ററിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ മില്ലിമീറ്ററിലോട്ടാക്കുമ്പോഴത്തേക്ക് 0.0706 ഇൻറ്റു 10⁻⁶ മില്ലിമീറ്റർ സ്ക്വയർ എന്നല്ലേ വരുന്നത്. ഓക്കെ, ഇനി BP ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഇവിടെ BP കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം. നമുക്കറിയാത്ത കാര്യമാണ് സ്മോൾ എന്നിൻ്റെ വാല്യൂ. സ്മോൾ എന്നിൻ്റെ വാല്യൂ N4 ഈക്വൽ ടു ക്യാപിറ്റൽ N4 2 സ്ട്രോക്ക് എൻജിൻ അതുപോലെ N/2 4 സ്ട്രോക്ക് എൻജിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 4 സ്ട്രോക്ക് എൻജിനാണ്. അപ്പോൾ സ്മോൾ n ഈക്വൽ ടു N/2 ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 25 സ്ട്രോക്ക് പെർ മിനിറ്റ് അല്ലെങ്കിൽ RPM എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് BP-യുടെ ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. BP ഈക്വൽ ടു PM എന്ന് പറയുന്നത് നമുക്ക്
ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1.15 എന്ന് നമുക്ക് ബ്രേക്ക് മീൻ പ്രഷർ കിട്ടിയിട്ടുണ്ട്. 0.375 ഇൻറ്റു അടുത്തത് ഏരിയയാണ് 0.0706 ഇൻറ്റു 10⁻6 ഇൻറ്റു n സ്മോൾ n. ഓക്കെ, 25 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 1000. ഓക്കെ, 1000. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആൻസർ BP എന്ന് പറയുന്നത് നമുക്ക് 12.68 കിലോ വാട്ട് എന്ന് പറഞ്ഞ ആൻസർ വരും. ഓക്കെ, ഇനി നമ്മൾ Q ആണ് കണ്ടുപിടിക്കുന്നത്. ക്യൂവിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. HCV ഇൻറ്റു BP ഇൻറ്റു C ഇൻറ്റു M ഡിവൈഡഡ് ബൈ ഏരിയ. ഓക്കെ, ഇവിടെ സിയുടെ വാല്യൂ നമുക്ക് 0.05 എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, Q ഈക്വൽ ടു HCV നമുക്ക് കിട്ടിയിട്ടുണ്ട് 44.10⁻6 ഇൻറ്റു BP ഇപ്പോൾ നമുക്ക് കിട്ടി 12.68 ഇൻറ്റു C 0.05 എന്ന് നമുക്ക് എടുത്തു. ഇനി M നമുക്കറിയാം 6.11 ഇൻറ്റു 10⁻⁻5 ഡിവൈഡഡ് ബൈ ഏരിയ ഇവിടുത്തെ മീറ്റർ സ്ക്വയറിലാണ് എഴുതേണ്ടത്. അപ്പോൾ 0.0706. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 24142.28 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി നമ്മളിത് നമ്മുടെ നേരത്തെ T1ൻ്റെ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. d² ഡിവൈഡഡ് ബൈ 1600K ഇൻറ്റു TC മൈനസ് TE. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് 300² ഇൻറ്റു ക്യൂവിൻ്റെ വാല്യൂ 24142.28 ഡിവൈഡഡ് ബൈ 1600 ഇൻറ്റു 1600 ഇൻറ്റു 111 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആൻസർ 7.646 എന്ന് പറഞ്ഞ ആൻസർ വരും. ഇനി ഇവിടെ നിന്ന് നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണ്? ലാർജ് വാല്യൂ. നമുക്കിവിടെ 2 T1 വാല്യൂ കിട്ടുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലാർജ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ലാർജ് T1 വാല്യൂ എന്ന് പറയുന്നത് T1 ഈക്വൽ ടു 59.18 ആണ്. അപ്പോൾ അതിനെ റൗണ്ട് ചെയ്ത് 60 mm എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2വിനകത്ത് ഡയമെൻഷൻസ് ഓഫ് ദ പിസ്റ്റൺ റിംഗ് ആണ്. ഡയമെൻഷൻ ഓഫ് ദ പിസ്റ്റൺ റിംഗ്. ഇവിടെ എ സെക്ഷൻ ഉണ്ട്. റേഡിയൽ തിക്നെസ് TR ആണ്. TR ഈക്വൽ ടു D ഇൻറ്റു 3PR ഡിവൈഡഡ് ബൈ സിഗ്മ. ഇവിടെ സിഗ്മ തന്നിട്ടില്ല, അലോവബിൾ സ്ട്രെസ് ആണ്. നമ്മൾ അസ്യൂം ചെയ്യുവാണ്. സിഗ്മ അസ്യൂം 100 മെഗാപാസ്കലായിട്ട് അസ്യൂം ചെയ്തു. ഇനി PR വാല്യൂ എന്ന് പറയുന്നത് പേജ് നമ്പർ 414 ടേബിൾ 18.9. അത് പെട്രോൾ എഞ്ചിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ഒരു വാല്യൂ ഉണ്ട്. ഞാനിവിടെ അവിടുത്തെ മാക്സിമം വാല്യൂ ആണ് ഞാൻ എടുത്തത്. 0.03432 പെട്രോൾ എഞ്ചിൻ. ഇവിടെ എഞ്ചിൻ തന്നിട്ടുണ്ട്, പെട്രോൾ എഞ്ചിനും തന്നിട്ടുണ്ട്. പിന്നെ ഈ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ TR ഈക്വൽ ടു 300 ഇൻറ്റു √3 ഇൻറ്റു
0.03432 divided by sigma 100. അപ്പോൾ 9.626 mm എന്ന് പറഞ്ഞു വരും. അത് 10 mm എന്ന് വെക്കാം. ഓക്കെ, ഇനി അടുത്തത് ലെങ്ത് ഓഫ് ദ പിസ്റ്റൺ റിംഗ് ആണ്. ബി ലെങ്ത് ഓഫ് ദ piston ring H equal to TR equal to 10 mm. ഇനി അടുത്തത് നമ്പർ ഓഫ് റിങ്. നമ്പർ ഓഫ് റിങ്സ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. H equal to D/10I എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ നിന്നും I നമുക്ക് I equal to D/10H. ഓക്കെ, അപ്പോൾ 300 divided by 10 into H 10 ആണ്. അപ്പോൾ 3 എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇവിടുത്തെ ചെക്ക് H, ചെക്ക് ഫോർ H, ഇവിടെ നോക്കുമ്പോഴത്തേക്ക് H മിനിമം ഈക്വൽ ടു D/10I ഈക്വൽ ടു 300 divided by 10 into 3 equal to 3 എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ H മിനിമം ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എങ്ങനെയാ? സിൻസ് H മിനിമം 10 mm, സിൻസ് H greater than or equal to H minima. Okay, അപ്പോൾ H is satisfactory. Hന്റെ വാല്യൂ സാറ്റിസ്ഫാക്ടറി ആണ്. ഓക്കെ, ഇനി അടുത്തത് ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഓഫ് പിസ്റ്റൺ ടു ദ ഫസ്റ്റ് ഗ്രൂവ്, അതായത് TG ഈക്വൽ ടു 1.2 T1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1.2 into 60 ഈക്വൽ ടു 72 mm എന്ന് പറഞ്ഞ ആൻസർ വന്നു. അടുത്ത ഈ സെക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ് ബിറ്റ്വീൻ ദ റിംഗ് ഗ്രൂവ്സ് ആണ്, T ലാൻഡ്. ഓക്കെ, T ലാൻഡ് ഈക്വൽ ടു H ആണ്. അത് 10 mm എന്ന് പറഞ്ഞു വന്നു. ഇനി അടുത്തത് ടോട്ടൽ ഹൈറ്റ് ആണ്, H ടോട്ടൽ. H ടോട്ടൽ നമുക്ക് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. I+I-1 ഇൻറ്റു H ഈക്വൽ ടു I നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, 3 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. 3 + 3 - 1 ഇൻറ്റു H 10 ആണ് കിട്ടിയത്. അപ്പോൾ അത് 15 mm എന്ന് പറഞ്ഞ ആൻസർ വരും. ഇനി നമ്മൾ ചെക്ക് ചെയ്യണം, ചെക്ക് ഫോർ H ടോട്ടൽ. ഓക്കെ, അപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് പെട്രോൾ എഞ്ചിൻ ആകുമ്പോഴത്തേക്ക് H ടോട്ടലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് D/5.5 ഫോർ പെട്രോൾ എഞ്ചിൻ. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഓരോ എഞ്ചിനും വ്യത്യാസമുണ്ട്. D/15 + 15.2 ഫോർ സ്റ്റീം എഞ്ചിൻ. ഇനി അതുപോലെ D/7 + 6 ഫോർ ഗ്യാസ് ഓർ ഓയിൽ എഞ്ചിൻ. ഇതാണ് മറ്റേ രണ്ട് കണ്ടീഷൻ. ഇവിടെ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ടാണ് H ടോട്ടലിൻ്റെ ഈ ഇക്വേഷൻ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് 300 divided by 5.5 എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ 54.55 എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം നമുക്ക് കിട്ടിയ H ടോട്ടലിൻ്റെ വാല്യൂ 50 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് 54 ആണ് വന്നത്. അപ്പോൾ ഇത് സേഫ് അല്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഐയുടെ വാല്യൂ നമ്മൾ പിന്നെ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് എഴുതാം. സിൻസ് H ടോട്ടൽ ലെസ് ദാൻ ടേബിൾ H ടോട്ടൽ. ഓക്കെ,
hence not safe, hence not safe. Increase number of rings to I equal to 4. Okay, I equal to 4 കൊടുക്കുമ്പോൾ h total equal to I plus I minus 1 into h equal to 4 plus 4 minus 1 into 10. അപ്പോൾ 17 mm എന്ന് പറഞ്ഞു വന്നു. സിൻസ് h total greater than table h total, safe, hence safe എന്നില്ല. ഓക്കെ, അടുത്തത് സ്റ്റെപ്പ് 3 ആണ്. ഡയമെൻഷൻസ് ഓഫ് ദ പിസ്റ്റൺ ബാരലാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ എ സെക്ഷൻ എന്ന് പറയുന്നത് മാക്സിമം തിക്നെസ് ഓഫ് ദ പിസ്റ്റൺ ബാരൽ. അതിൻ്റെ ഇക്വേഷൻ T3 ഈക്വൽ ടു 0.03 D പ്ലസ് B പ്ലസ് 4.5. ഓക്കെ, ഇവിടെ ബി എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഇക്വേഷൻ ഉണ്ട്. ബി ഈക്വൽ ടു TR പ്ലസ് 0.4 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. TRൻ്റെ വാല്യൂ 10 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 10 പ്ലസ് 0.4 ഈക്വൽ ടു 10.4 mm എന്ന് പറഞ്ഞു കിട്ടും. ഇപ്പോൾ T3 ഈക്വൽ ടു 0.03 ഇൻറ്റു 300 പ്ലസ് 10.4 പ്ലസ് 4.5. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആൻസർ 23.9 mm എന്ന് പറഞ്ഞു വന്നു. അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 24 mm. ഓക്കെ, ഇനി അടുത്തത് അതിൻ്റെ ബി സെക്ഷനാണ്. ഇതിൻ്റെ ബി സെക്ഷൻ T4 ആണ്. T4 എന്ന് പറയുന്നത് അറിയാം, തിക്നെസ് ഓഫ് പിസ്റ്റൺ ബാരൽ ടുവാർഡ്സ് ദ ഓപ്പൺ എൻഡ് ഓഫ് പിസ്റ്റൺ. 0.35 T3. ഓക്കെ, ഇതിൻ്റെ ഞാൻ മാക്സിമം വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഡാറ്റാ ബുക്കിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് നിങ്ങൾക്ക് എടുക്കാം. അതിൻ്റെ ആവറേജ് വാല്യൂ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. 0.35 ഇൻറ്റു T3 നമുക്ക് കിട്ടിയിട്ടുണ്ട് 24. ഇപ്പോൾ വാല്യൂ 8.4 mm എന്ന് പറഞ്ഞ് വന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് 4 ആണ്. സ്റ്റെപ്പ് 4-നകത്ത് ഡിസൈൻ പിസ്റ്റൺ സ്കർട്ട്, ഡിസൈൻ ഓഫ് പിസ്റ്റൺ സ്കർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് അതിൻ്റെ എ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ പിസ്റ്റൺ ആണ്. ലെങ്ത് ഓഫ് ദ പിസ്റ്റൺ, ലെങ്ത് ഓഫ് ദ പിസ്റ്റൺ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ L ഈക്വൽ 1.5 D ആണ്. അപ്പോൾ അത് ആൻസർ 1.5 ഇൻറ്റു 300 ഈക്വൽ ടു 450 mm എന്ന് പറഞ്ഞ ആൻസർ വന്നു. ഇനി അടുത്തത് അതിൻ്റെ ബി, ലെങ്ത് ഓഫ് സ്കർട്ട് എന്ന് പറയുന്നത് L മൈനസ് T1 മൈനസ് H ടോട്ടൽ. L എന്ന് പറയുന്നത് 450 മൈനസ് T1 എന്ന് പറയുന്നത് നമുക്കറിയാം 60, H ടോട്ടൽ എന്ന് പറയുന്നത് 70 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ 320 mm എന്ന് പറഞ്ഞ ആൻസർ വന്നു. ഇനി അടുത്തത് സ്റ്റെപ്പ് 5 ആണ്. ഓക്കെ, സ്റ്റെപ്പ് 5-നകത്ത് നമ്മൾ ഡയമെൻഷൻ ഓഫ് ദ പിസ്റ്റൺ പിൻ ആണ്. ഡയമെൻഷൻ ഓഫ് ദ പിസ്റ്റൺ പിന്ന്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ എ സെക്ഷൻ എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ പിന്നാണ്. അപ്പോൾ ഡയ ഓഫ് പിസ്റ്റൺ പിന്ന്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ സ്മോൾ d ഈക്വൽ ടു പൈ ഇൻറ്റു ക്യാപിറ്റൽ D സ്ക്വയർ ഇൻറ്റു പി മാക്സ് ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു L1 ഇൻറ്റു PB.
ഇവിടെ L1 ഒരു ഇക്വേഷൻ ഉണ്ട്, KP ഇൻറ്റു ഡി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ KPയുടെ വാല്യൂ നമുക്ക് ഓയിൽ എഞ്ചിനാണ് ഇവിടെ. ഓയിൽ എഞ്ചിൻ ആകുമ്പോൾ 1.5 ആണ്. അപ്പോൾ 1.5 ഇൻറ്റു ഡി എന്ന് എഴുതാം. ഇനി ഇവിടെ പി ബി എന്ന് പറയുന്നത് ബിയറിംഗ് പ്രഷറാണ്. ബിയറിംഗ് പ്രഷർ, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇക്വേഷൻ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. 15.7 മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഫോർ ഓട്ടോമോട്ടീവ് എഞ്ചിൻ. പേജ് 411 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഇത്രയും വാല്യൂ നമ്മൾ ഈക്വേഷനിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഡി ഈക്വൽ ടു പൈ ഇൻറ്റു 300 സ്ക്വയർ ഇൻറ്റു പി മാക്സ് എന്ന് പറയുന്നത് 8 ആണ്. 8 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1.5 ഡി ഇൻറ്റു പി ബി എന്ന് പറയുന്നത് 15.7 എന്ന് പറഞ്ഞു വന്നു. ഇവിടെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഡിയുടെ വാല്യൂ 154.95 എന്ന് പറഞ്ഞു വന്നു. അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 155 mm എന്ന് പറഞ്ഞു എഴുതാം. ഇനി ഇതിൻ്റെ ബി സെക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ, അത് ബെൻഡിങ് സ്ട്രെസ് ആണ്. ബെൻഡിങ് സ്ട്രെസ്, അപ്പോൾ ബെൻഡിങ് സ്ട്രെസ്സിന് ഒരു ഇക്വേഷൻ ഉണ്ട്. സിഗ്മ ബി ഈക്വൽ ടു എഫ് പി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ 18Z. ഓക്കെ, ഇതാണ് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. ഇനി ഇവിടെ നമുക്ക് ഓരോന്ന് നോക്കാം. എഫ് പി എന്താണോ? എഫ് പി എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ ദ പിസ്റ്റൺ എന്ന് പറയുമ്പോൾ പി ഇൻറ്റു എ. അപ്പോൾ നമുക്കിവിടെ പ്രഷർ തന്നിട്ടുണ്ട് 8 ഇൻറ്റു π/4 ഇൻറ്റു ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ 300 സ്ക്വയർ. അപ്പോൾ ആൻസർ 565486.67 ന്യൂട്ടൺ എന്ന് പറഞ്ഞു വന്നു. ഇനി അതുപോലെ സെക്ഷൻ മോഡുലസ് Z ഈസ് ഈക്വൽ ടു π/32 ഇൻറ്റു ഡി ക്യൂബ് ആണ്. അപ്പോൾ 300ൻ്റെ ക്യൂബ്, ഇപ്പോൾ 2.65 ഇൻറ്റു 10⁻⁶ മില്ലിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു വന്നു. ഇനി ഈ വാല്യൂ എല്ലാം നമ്മളിവിടെ സിഗ്മ ബിയുടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് 565,486.67 ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു 2.65 ഇൻറ്റു 10⁻⁶. ഓക്കെ, ഇതിൻ്റെ ആൻസർ 3.55 എന്ന് പറഞ്ഞു. നമുക്കിവിടെ സിഗ്മ ബിയുടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. സിഗ്മ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ ബി ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 82 മെഗാ പാസ്കൽ ഫോർ ഹാർഡൻഡ് കാർബൺ സ്റ്റീൽ. ഓക്കെ, ഇവിടെ സിഗ്മ ബി എന്ന് പറയുന്നത് നമുക്ക് 3.55 ആണ് കിട്ടിയത്. അപ്പോൾ ഇത് ഡിസൈൻ സേഫ് ആയിരിക്കും. സിഗ്മ ബി ലെസ് ദാൻ 82 MPa, ഹെൻസ് സേഫ്. ഓക്കെ, ഈ സിഗ്മ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് പേജ് നമ്പർ 411 കിടക്കുന്നുണ്ട്. ഇക്വേഷൻ തൊട്ട് താഴെയായിട്ട് കിടക്കുന്നുണ്ട് ഹാർഡൻഡ് കാർബൺ സ്റ്റീലിൻ്റെ വാല്യൂ. ഇപ്പോൾ സിഗ്മ ബി നമുക്ക് കിട്ടിയ 3.55 ആണ്. അപ്പോൾ അതിനെക്കാട്ടിൽ കൂടുതലാണിത്. അപ്പോൾ ഡിസൈൻ സേഫ് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.